Good afternoon. Good afternoon, ma'am. Good afternoon. Okay, we can start. Prayer. Anju. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നിൻ മനോജ്ഞ രൂപമെന്റെ ഉള്ളിലെന്നും കാണണം. നിൻ മനോജ്ഞ രൂപമെന്റെ ഉള്ളിലെന്നും കാണണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഉണ്ടായിരുന്നു നമ്മള് സംഘത്തിൽ പാടുന്ന ഒരു പാട്ട് ഇങ്ങനെ പാടിയിട്ടേ ഉള്ളൂ. വെരി ഗുഡ്. ഓക്കെ, അനുപ്രിയ എന്താ പറയാ? Good afternoon, ma'am, and my dear friends. I warmly welcome our beloved Jisha ma'am and all my dear friends. I'm excited to start the day with all of you. Let's study together. Thank you and have a great class. Hi ma'am, good afternoon. Thought of the day ഞാനാണ് രഞ്ജിത എന്നാണ് പേര്. And thought for the day, for success, attitude is equally as important as ability. I repeat my thought. For success, attitude is equally important as ability. Have a nice day, ma'am. Thank you. Okay. നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ വളരെ ഭംഗിയായി നടന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങളും എൻജോയ് ചെയ്തോ? ഓക്കെ, ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ആണ്, പരസ്പരം അറിയില്ല, ശബ്ദം കേട്ടുള്ള പരിചയം. പക്ഷെ എന്നാലും ഒരു വൺനെസ്, ഒരു ഫീൽ ആണത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ. ആഘോഷങ്ങൾ എപ്പോഴും ഒരു ഗ്യാതറിംഗ് ആണല്ലേ, എല്ലാവരുടെയും സ്റ്റാറ്റസ് ഇങ്ങനെ കാണാം, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ എത്തിയിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? റെക്കോർഡ് എവിടെ വരെ കംപ്ലീറ്റ് പറഞ്ഞു തന്നോ? ആദ്യത്തെ ഫസ്റ്റ് വൺ പറഞ്ഞു കഴിഞ്ഞു. ഫോർത്ത് റെക്കോർഡിനെ കുറിച്ച്. ഫോർത്ത് റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇല്ല പറഞ്ഞു തുടങ്ങി. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അല്ലെങ്കിൽ അത് അവിടെ എങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അതിന്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. റെക്കോർഡ് വാങ്ങുക എന്നുള്ളൊരു ടാസ്കേ ഉള്ളൂ. ബാക്കി ഉള്ള മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഇതിന്റെ സറൗണ്ടിങ്സിൽ നിന്ന് തന്നെ കിട്ടും. കുറെയൊക്കെ പഴയ മാഗസീൻസ്, പഴയ ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്ന രീതിയിലുള്ളതാണ്. നമുക്ക് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ അധികം ടൈമും എടുക്കില്ല. ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. അപ്പൊ അങ്ങനെ പെൻഡിങ്ങിൽ വെക്കരുത്. പെൻഡിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ തന്നെ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യട്ടെ. ഞാൻ ആ റെക്കോർഡ് ബട്ടൺ എടുത്തോട്ടെ കേട്ടോ. റെക്കോർഡ് വാങ്ങാൻ. ഓക്കെ, അനുപ്രിയ എവിടെയാ സ്ഥലം? ഇപ്പൊ ഞാൻ UAE-ലാണ്. അപ്പൊ ഇവിടെ കിട്ടണില്ല. അവിടെ കിട്ടില്ല. മിക്ക കുട്ടികളും മാനുസ്ക്രിപ്റ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അങ്ങനെ ഒരു പ്രത്യേക മാനുസ്ക്രിപ്റ്റ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പ്രത്യേക രീതിയിലുള്ള നോട്ട്ബുക്സ് ആണ് പലരും വാങ്ങിയത്. എന്നെ അത് കാണിച്ചു തന്നു ഒരു കുട്ടി. ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. കുറച്ചുകൂടെ ഒരു നല്ലതായിട്ടുള്ള ഒരു നോട്ട്ബുക്ക്, സാധാരണ നോട്ട്ബുക്ക് അല്ലാതെ രീതിയിലുള്ള വേറൊരു രീതിയിലുള്ള ഒരു നോട്ട്ബുക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പൊ അതിൽ എഴുതിയാലും മതി, കുഴപ്പമില്ല. കാരണം അവിടെ പുറത്ത് കിട്ടില്ല.
നമ്മുടെ എവിടെയാണ്, നാട്ടിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തൊക്കെയാണുള്ള ഷോപ്പുകളിലൊക്കെയാണ് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ റെക്കോർഡ് ബുക്ക് നിർത്തോട്ടെ കേട്ടോ. ഓക്കെ, ഇതിൽ എവിടം വരെ പറഞ്ഞു? കലണ്ടർ പറഞ്ഞായിരുന്നോ? പറഞ്ഞു മാം, പറഞ്ഞു. കലണ്ടർ വരെ ഏതാണ്? കലണ്ടർ പറഞ്ഞു. കലണ്ടർ വരെ വരെ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു ജിക്സോ പസിൽ പോലെയാണ്. നമ്മളൊരു പിക്ചർ അതിനെ പല പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. അതാണ് ആക്ടിവിറ്റി. നമ്മളത് നമ്മുടെ റെക്കോർഡിൽ നമുക്ക് റെഫറൻസ് ആണെന്ന് പറഞ്ഞല്ലോ. റെക്കോർഡ് ബുക്കിൽ നമുക്ക് അതിനെ ഈ ലൂസ് പേപ്പേഴ്സ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മിസ്സാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തേക്കുവാണ്. പക്ഷെ കുട്ടികൾക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അതിനെ പേസ്റ്റ് ചെയ്യരുത്, കാരണം അവർക്ക് ജോയിൻ ചെയ്യേണ്ടതല്ലേ. നമ്മളത് പിക്ചർ കട്ട് ചെയ്തപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 4 പീസ് 5 പീസ് ഒക്കെ ആയിരിക്കും നല്ലത്. കുറെ മൈന്യൂട്ട് പീസസ് ആവുമ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ പാടായിരിക്കും. അത് വലിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യിക്കാം. അപ്പൊ ഈ പിക്ചേഴ്സ് കട്ട് ചെയ്യുമ്പോൾ വളരെ തിൻ ആയിട്ടുള്ള പേപ്പർ അല്ലേ, നമ്മൾ പറന്നൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഫാനിന്റെ കാറ്റില്. നമുക്ക് പല കാർട്ടൺസ് ഒക്കെ വീട്ടിൽ പല ആവശ്യങ്ങൾക്ക് വരുന്നതിന്റെ കാർഡ്ബോർഡ് പീസസ് ഒക്കെ ഉണ്ടാവുമായിരിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതുപോലെ മരുന്നിന്റെ ഇങ്ങനെ കവറൊക്കെ ആവുമ്പോൾ ഇതിനെ കുറച്ച് കട്ട് ചെയ്ത് അപ്പൊ ആ പീസ് പിക്ചർ ഇതുപോലുള്ള പീസിൽ ഒട്ടിച്ചിട്ട് എന്നിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്കത് പറന്നു പോയില്ല, കുറച്ച് കട്ടിയായിട്ടിരിക്കും. ഞാനിവിടെ ഒരു എലിഫന്റ്, ഇങ്ങനെ ഒരു ഫുട്ബോൾ കളിക്കുന്ന രീതിയിലുള്ള എലിഫന്റിന്റെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 1 സെക്കൻഡ് കേട്ടോ. അതാണോ? അങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ 4 പീസിനെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളുടെ ടാസ്ക്. ഈ രീതിയിൽ നിങ്ങൾക്കും ഒരു പിക്ചർ കളക്ട് ചെയ്തിട്ട് കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഏതെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് അത് വളരെ ചെറിയ പീസായി കട്ട് ചെയ്യരുത്. മീൻസ് 10-12 പീസൊന്നും നോക്കരുത്. ചെറിയ കുട്ടികളാണ്, നമ്മൾ കൊടുക്കുന്ന കുട്ടികളുടെ ഏജിനനുസരിച്ച് അവർ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് പിന്നെ വേണമെങ്കിൽ മൈന്യൂട്ട് പീസസ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നോക്കി നമുക്ക് ഒബ്സർവ് ചെയ്യാം കുട്ടികൾ ചെയ്ത്. നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ പേപ്പർ പീസസ് ആയിട്ട് കൊണ്ടുപോകരുത്, അത് മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കാർഡ്ബോർഡിൽ ഒട്ടിച്ച് സെക്യൂർ ആക്കി വേണം കൊണ്ടുപോകാനായിട്ട്. ഫുൾ പിക്ചറിനെ ഒട്ടിച്ചിട്ട് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ പിന്നെ ആ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കട്ടെ. അതുകൊണ്ട് ഫുൾ പിക്ചറിന് ഒരു കാർഡ്ബോർഡ് പീസിൽ ഒട്ടിക്കുക. എന്നിട്ട് അത്ര കട്ടിയുള്ള കാർഡ്ബോർഡ് വേണമെന്നില്ല. ഏതെങ്കിലും ബുക്കിന്റെ കവർ, അതൊക്കെ തന്നെ ചില നോട്ട്ബുക്കുകളുടെ ഒക്കെ ഇങ്ങനെ ഇതുപോലുള്ള കവറൊക്കെ മതിയാകും. ഇങ്ങനത്തെ കവറുകൾ വരുമല്ലോ, അതിലൊക്കെ ഒട്ടിച്ചാലും മതിയാകും. അത്രയും കട്ടി മതിയാകും. കാരണം അല്ലാത്തത് നിങ്ങൾക്ക് കൊണ്ടുപോയാൽ പാടായിരിക്കും, അല്ല കട്ട് ചെയ്യാനും പാടായിരിക്കും. ഓക്കെ, സോ അത് മനസ്സിലായല്ലോ ആ ഒരു ആക്ടിവിറ്റി. നെക്സ്റ്റ് നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടാകും, ദാറ്റ് ഈസ് അവർ റെഫറൻസ് പിക്. അതിനെ പോലെ 4 പിക്ചേഴ്സ് വേറെ ഉണ്ടാകും, കോപ്പി പോലെ, അതിന്റെ ഒരു ഫോട്ടോ കോപ്പി പോലെ. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മെയിൻ പിക്ചറുമായിട്ട്, റെഫറൻസ് പിക്ചറുമായിട്ട് മൈന്യൂട്ട് ഡിഫറൻസസ് നമ്മളുടെ കോപ്പി എന്ന് പറഞ്ഞ 4 പിക്ചേഴ്സിന് കാണും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ഡിഫറൻസസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. ആ മോളില് ഞാൻ ഏത് മാർക്ക് ചെയ്ത പിക്ചർ ആണ് നമ്മുടെ റെഫറൻസ് പിക്ചർ. താഴെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഒരു റാബിറ്റ് ആണ് വരച്ചിരിക്കുന്നത്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4 റാബിറ്റ്സ് വേറെ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ വിചാരിക്കും ഒരുപോലെയാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിന്റെ കണ്ണ്, വാലില്ലാതെ ഒരു റാബിറ്റിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെവിയിലെ ഡിഫറൻസ്, പിന്നെ മുസ്താഷ്, മീശയിലെ ഡിഫറൻസ്. ആ ഡിഫറൻസസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഓക്കെ, മനസ്സിലായോ?
ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒരു പിക്ചർ കുട്ടികളെ കാണിച്ചിട്ട് അതിന്റെ സ്റ്റോറി റൈറ്റ് ചെയ്യാനാണ് നമുക്ക് ആക്ടിവിറ്റി. എഴുതാനായിട്ടുള്ള കുട്ടികളാണെങ്കിൽ റൈറ്റിംഗ് കേട്ടോ. എഴുതാനായിട്ടില്ല, എഴുത്ത് അവർക്ക് വന്നിട്ടില്ല, സെന്റൻസ് ആയിട്ട് എഴുതാനൊന്നും ആയിട്ടില്ലെങ്കിൽ അവരെ കൊണ്ട് പറയിച്ചാലും മതി. ഓക്കെ, ഞാൻ കളക്ട് ചെയ്ത പിക്ചർ ഇതായിരുന്നു. ആ പിക്ചറിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോപ്പർട്ടീസ് ഉള്ള പിക്ചർ തന്നെ കളക്ട് ചെയ്യാം. കൂടുതൽ ഒബ്ജക്ട്സ് ഉള്ളത്, മരമുണ്ട്, ഒരു ബേർഡ് ഉണ്ട്, ഫെൻസ്, ഒരു സ്ക്യൂറൽ, ഒരു കുട്ടി, സൺ ഉണ്ട്, ക്ലൗഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ സ്ക്യൂറലും കുട്ടിയും കൂടെ സംസാരിക്കുന്നതായിട്ട് ഇത് കാണാം. അപ്പൊ കുട്ടികളുടെ ഇമാജിനേഷനിൽ കാണുന്നില്ലേ? കാണുന്നില്ലേ? ഇല്ല മാം, കാണാൻ പറ്റും. കാണുന്നുണ്ട് മാം. കാണുന്നുണ്ട് മാം. ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? എന്നെ പിൻ ചെയ്തിട്ടുണ്ടല്ലോ. കുറച്ചു പേർക്ക് കാണുന്നുണ്ട്, കുറച്ചു പേർക്ക് കാണുന്നില്ല. എന്താ അത് കുഴപ്പം? ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. ഒരു പിക്ചർ നമ്മൾ കളക്ട് ചെയ്യുക, പിക്ചർ ഒട്ടിക്കുക, കുട്ടികളോട് ആ പിക്ചർ നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു സ്റ്റോറി എഴുതാൻ പറയും. ഇവിടെ നമുക്ക് എഴുതാനല്ല, ഇതിനകത്ത് നമുക്ക് എഴുത്തായിട്ടില്ലെങ്കിൽ, റൈറ്റിംഗ് ആ ഒരു സ്കില്ല് വന്നിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് പറയിച്ചാലും മതി. നിങ്ങൾ പോയി ചെയ്യുമ്പോൾ കേട്ടോ. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നമ്മുടെ റെക്കോർഡിൽ എഴുതുന്നത്. നമുക്കിതൊരു റെഫറൻസ് ആണ്, നമ്മളിത് കഥയൊന്നും എഴുതാൻ പോകുന്നില്ല. അപ്പൊ അറിഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ പിക്ചർ കളക്ട് ചെയ്ത് ഒട്ടിക്കാനാണെങ്കിൽ ആ പിക്ചർ കളക്ട് ചെയ്ത് ഒട്ടിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുന്നു, അത്രയേ ഉള്ളൂ. മാം, ഈ എല്ലാ ആക്ടിവിറ്റിയും ഓരോന്ന് വീതം ചെയ്താൽ മതിയോ? മറ്റേ റെക്കോർഡിലെല്ലാം 2, 3 അങ്ങനെയൊക്കെ പറഞ്ഞില്ല, ഇതിൽ ഓരോന്ന് വീതം അല്ലേ? ഇതിലൊന്നുള്ളൂ. പിന്നെ നമുക്ക് റെക്കോർഡ് ബുക്കിൽ പേജസ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ആക്ടിവിറ്റി അതിനകത്ത് ചെയ്യണമെങ്കിൽ കൂടുതലായിട്ട് ചെയ്യാം. ഇതിപ്പോ വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പിക്ചർ കളക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക, വരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഈ 4th റെക്കോർഡിൽ വരുന്നുള്ളൂ. അപ്പൊ ലെഫ്റ്റ് സൈഡ് മുഴുവൻ എന്റെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. നിങ്ങൾക്ക് 2 സൈഡും യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കുമല്ലോ. നമ്മൾ റൈറ്റ് സൈഡ് മാത്രമാണ് ഒട്ടിക്കേണ്ടത്, ലെഫ്റ്റ് ബ്ലാങ്ക് ആയി ഇടുക. ഞാൻ റൈറ്റ് സൈഡിൽ മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ ഇവിടെ എഴുതാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ചെറിയ റെക്കോർഡൊക്കെ ആണെങ്കിൽ ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യാം. അതല്ല ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് എഴുതണ്ട, ഒന്നിന്റെയും ആൻസേഴ്സ് എഴുതണ്ട. പിന്നെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ആക്ടിവിറ്റി അല്ലാതെ അഡീഷണൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അപ്പൊ പിന്നെ ലെഫ്റ്റും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പേജ് നമുക്ക് തെയ്യില്ലല്ലോ. നമുക്ക് മാക്സിമം ആക്ടിവിറ്റീസ് നമ്മുടെ ഈ റെക്കോർഡിലേക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ടായാലും പ്രശ്നമില്ല, ഇപ്പൊ തന്നെ ചെയ്യാനാണെങ്കിൽ ഇപ്പൊ തന്നെ പ്രശ്നമില്ല. എവിടെയെങ്കിലും ഒരു വെറൈറ്റി ആക്ടിവിറ്റി കണ്ടാൽ ഇത് കുട്ടികൾക്ക് കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നുവാണെങ്കിൽ അത് ആഡ് ചെയ്ത് പോവാം ഈ റെക്കോർഡ് ബുക്കിൽ. കാരണം ഇത് നമുക്കൊരു റെഫറൻസാണ്. നമ്മളൊരിടത്ത് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കണം അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം, തലേ ദിവസം നോക്കാം, നാളെ പോകുമ്പോൾ അവർ എന്ത് ചെയ്യിക്കാം നോക്കി വെച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കണം. ഓക്കെ, നമ്മൾ ചെറിയ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് കളറിംഗ് ആയിരിക്കും അല്ലെ? പലപ്പോഴും വാക്സ് ക്രയോൺസോ ഓയിൽ പേസ്റ്റൽസോ ഒക്കെ യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് കളർ ചെയ്യാൻ പറയും, അവർക്ക് പിക്ചർ കൊടുത്തിട്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം കാണാം, അതായത് ഇത് കളർ ചെയ്യുമ്പോൾ എപ്പോഴും ആ പിക്ചറിന്റെ പുറത്തേക്ക് പോവാറുണ്ട് അല്ലെ? പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ കളറിംഗ് കോമ്പറ്റീഷൻ നടത്താറുണ്ട്. അവിടെ മെയിനായിട്ട് നോക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കളർ ചെയ്യുമ്പോൾ ഔട്ട്സൈഡിലേക്ക് പോകുന്നുണ്ടോ അത് നോക്കിയിട്ടാണ് അവരത് വാല്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുട്ടികളുടെ അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് റിവേഴ്സ് കളറിംഗ്. റിവേഴ്സ് കളറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചർ തന്നിട്ടുണ്ടാകും, അതില് കുറെ പോർഷൻസ് വൈറ്റ് ആയിട്ട് വിട്ടിട്ടുണ്ടാവും. നമ്മുടെ പേപ്പറിന്റെ കളർ വൈറ്റ്, ആ പേപ്പറിലാണ് പിക്ചർ എങ്കിൽ ആ പേപ്പറിലെ വൈറ്റ് പോർഷൻസ് ആയിട്ട് കുറെ പിക്ചർ വിട്ടിട്ടുണ്ടാവും, കുറെ ഭാഗങ്ങള് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു വൈറ്റ് ആയിട്ട് കാണുന്ന പോർഷൻ മാത്രം കളർ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോ അവർ വളരെ ശ്രദ്ധിച്ച് വൈറ്റ് പോർഷൻ കാണുന്നിടത്ത് മാത്രം ഇവര് കളർ ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി. ഞാൻ സെലക്ട് ചെയ്തത് ഒരു ബട്ടർഫ്ലൈനെയാണ്. ബട്ടർഫ്ലൈനെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് ബട്ടർഫ്ലൈ ആകുമ്പോൾ
സിമെട്രിക്കൽ ആണ്, ലെഫ്റ്റും റൈറ്റും സിമെട്രിക്കൽ ആണ് അല്ലെ. ഒരു കുട്ടി പുറത്ത് നോക്കി ഒരു ബട്ടർഫ്ലൈയെ കണ്ടിട്ടുണ്ട്, അവൻ നല്ലപോലെ അതിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനറിയാം ബട്ടർഫ്ലൈയുടെ 2 വിങ്സും ഒരേപോലെ കളറാണെന്ന്. അപ്പൊ അവനൊരു ബട്ടർഫ്ലൈ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അവന് ആ ഐഡിയ ഉണ്ടെങ്കിൽ അവൻ ഡെഫിനറ്റ്ലി 2 സൈഡിലെയും ഐഡന്റിക്കൽ പാർട്സ് ഒരേ രീതിയിൽ കളർ ചെയ്യാനായിട്ട് നോക്കും. അതല്ല അവന് ഇഷ്ടമുള്ള പോലെ മിക്സ് ചെയ്ത് കളർ ചെയ്താലും നോ പ്രോബ്ലം. അതുപോലെ നമ്മളൊരു ഫ്ലവർ കൊടുക്കുമ്പോൾ ഫ്ലവറിന്റെ 5 പെറ്റലും 5 പെറ്റലുണ്ടെങ്കിൽ 5 പെറ്റൽ ഒരു കളർ ആണെന്നുള്ള ഒരു ഐഡിയ കുട്ടി പുറത്ത് പോയി പൂക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ മനസ്സിലാവും ഒരു ഐഡിയ ഉണ്ട്, 5 പെറ്റലും ഒരേ കളറാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതേസമയം 5 പെറ്റലും 5 കളർ ചെയ്തു നോ പ്രോബ്ലം, അത് അവന്റെ ഒരു ഇമാജിനേഷൻ, ഇത്രയേ ഉള്ളൂ. റിവേഴ്സ് കളറിങ്ങില് ഇതുപോലെ പിക്ചർ കൊടുക്കും. ഇതിൽ കൂടുതൽ പോർഷൻ വൈറ്റ് ആക്കി വിടാട്ടോ, ഞാൻ കുറച്ച് ഭാഗങ്ങൾ വൈറ്റ് ആക്കിയേ ഉള്ളൂ. ഇങ്ങനെ ബട്ടർഫ്ലൈ കുറച്ച് ഭാഗങ്ങൾ വൈറ്റ് ആയിട്ട് കാണാം. ഈ വൈറ്റ് ആയിട്ട് കാണുന്ന ഭാഗങ്ങൾ കളർ ചെയ്യുക, വൈറ്റ് അല്ലാത്ത ബാക്കി ഭാഗങ്ങളെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ കളേഴ്സ് കൊടുത്തൂടെ മാം? ഷെയ്ഡ് ചെയ്യാതെ നമുക്ക് വേറെ കളേഴ്സ് കൊടുക്കാൻ പറ്റും? ഞാനിപ്പോ ഷെയ്ഡിങ് ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്രയോൺസ് വെച്ച് വേറെ ഏതെങ്കിലും കളർ കൊടുത്തൂടെ എന്നാണോ? യെസ്, യു ക്യാൻ ഡു, നോ പ്രോബ്ലം. ഓക്കെ. നമ്മൾ റെക്കോർഡ് എഴുതുമ്പോൾ ഇതിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പോലെ എഴുതിയിട്ടാണോ താഴെയാണോ ചെയ്യേണ്ടത് ഓരോ വർക്കും? അതെ അതെ, ആ ക്വസ്റ്റ്യൻ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ ക്വസ്റ്റ്യന് വേണ്ടുന്ന പിക്ചറും ഞാൻ വരച്ചു വെച്ചു, അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യണ്ട. ഇത് നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ആക്ടിവിറ്റിക്ക് നമ്മളുടെ റെഫറൻസ് ആണ്. ക്വസ്റ്റ്യൻ മുകളിൽ എഴുതി താഴെ അതിന് കറസ്പോണ്ടിങ് പിക്ചറും വെച്ചു. നെക്സ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ബാലരമ അങ്ങനെയുള്ള കളിക്കുടുക്കയിലൊക്കെ ഈസി മെത്തേഡ് ടു ലേൺ ടു ഡ്രോ. അപ്പൊ വരയ്ക്കാൻ അറിയാത്തവർക്കും നല്ല ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഗാന്ധിജിയൊക്കെ പണ്ട് അങ്ങനെ വരയ്ക്കുമായിരുന്നു. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ടെഡി ബെയറിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്സിൽ ഒരു ടെഡി ബെയർ കംപ്ലീറ്റ് ആയത്. ആദ്യം ഒരു സർക്കിൾ വരച്ചു, പിന്നെ ചെവി വരച്ചു, കണ്ണ് മൂക്കൊക്കെ വരച്ച്, ചെവി കൈ കാലൊക്കെ വരച്ച് ആ ടെഡി ബെയർ കംപ്ലീറ്റ് ആകുന്ന സ്റ്റെപ്സ്. അങ്ങനെ ഈസി വേ ടു ഡ്രോ പിക്ചർ. ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടാവും. ആ പിക്ചർ നോക്കി അതേപോലത്തെ പിക്ചർ തന്നെ വരയ്ക്കുക. അതിന് വേണ്ടി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കുട്ടി വരയ്ക്കുമ്പോൾ ആ ലിമിറ്റഡ് സ്പേസിൽ മാത്രം വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എളുപ്പത്തിന് ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് വരച്ചത്. അതേ അളവിൽ തന്നെ ഒരു റെക്ടാങ്കിൾ ഇപ്പുറത്ത് പ്രൊവൈഡ് ചെയ്തു. ഈ റെക്ടാങ്കിളിലേക്ക് ആ ഗിഫ്റ്റ് ബോക്സ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ബൗണ്ടറി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ വലിപ്പത്തിൽ തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഏതെങ്കിലും ഒരു പിക്ചർ കൊടുക്കുക, എന്നിട്ട് അവരോട് ക്രയോൺസ് യൂസ് ചെയ്തിട്ട് അത് കളർ ചെയ്യാൻ പറയാം. ഒരു വലിയ പിക്ചർ, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പിക്ചർ കൊടുക്കുക. നെക്സ്റ്റ് ഓഡ് വൺ കണ്ടുപിടിക്കുക. കൂട്ടത്തിൽ ചേരാത്തതെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഫൈൻഡ് ഓഡ് വൺ. നമുക്ക് നോക്കിയാലായിട്ട് കാണാം. ബക്കറ്റ് ഉണ്ട്, ടവലുണ്ട്, സോപ്പ് ഉണ്ട്, നോട്ട്ബുക്ക് ഉണ്ട്. അപ്പൊ കുട്ടിക്ക് ഈസിലി അത് കണക്റ്റഡ് ആയിരിക്കും അല്ലെ. ബാത്റൂമിൽ വെക്കുന്ന സാധനങ്ങള്, ക്ലാസ്സിൽ പഠിക്കുന്ന സാധനങ്ങൾ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഓഡ് വണ്ണിന്റെ പിക്ചേഴ്സ് അങ്ങനെ വരയ്ക്കും കൊടുക്കാം. പിന്നെ ആൽഫബറ്റ്സും ഡിജിറ്റ്സും നമ്മൾ അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നതിനേക്കാൾ ഇവർക്ക് ഈ എഴുതുന്നതിന് മുമ്പ് ഒരു കളറിംഗ് പരിപാടി തുടങ്ങും അല്ലെ. അപ്പൊ അത് കളർ ചെയ്യിക്കാൻ കൊടുക്കാം. അപ്പൊ അവർ ട്രേസ് ചെയ്യുവാണ് ശരിക്കും ആൽഫബറ്റ്സും ഡിജിറ്റ്സും. പിന്നെ ഇത്തിരി വലുതായിട്ട് അതിന്റെ സ്റ്റെൻസിൽ അവൈലബിൾ ആണെങ്കിൽ സ്റ്റെൻസിൽ വെച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. വലുതായിട്ട് അക്ഷരങ്ങൾ എഴുതുക, എന്നിട്ട് അത് കളർ ചെയ്യും.
അതുപോലെ ഡിജിറ്റ്സും. ലുബ്ന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ലുബ്ന പേര് ലുബ്ന ഇസ്മയിൽ, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? കേൾക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള ഷോ ദ വേ, വഴി കണ്ടുപിടിക്കുക നമ്മൾ എപ്പോഴും പറയാറില്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ഞാനിവിടെ ഒരു പപ്പിക്ക് അതിന്റെ കിണലിലേക്ക് എത്താനുള്ള വഴി അതായിരുന്നു ചെയ്തത്. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് സ്പൈറൽ ആയിട്ടൊക്കെ വരച്ചിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യുക, ഒരെണ്ണം ഓപ്പൺ ആക്കി വെക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഉള്ളതായിരിക്കാം എടുക്കേണ്ടത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. കുറെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കോംപ്ലിക്കേറ്റഡ് കൊടുക്കാം, അവര് ആലോചിക്കാം. ഇത് കൊടുക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് കൊടുക്കും. അടുത്തതും റിവേഴ്സ് കളറിംഗ് ആണ്. അത് അതുപോലെ തന്നെ ആൽഫബറ്റ്സും ഡിജിറ്റ്സും അത് ഫെമിലറൈസ് ആകാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അത് ആ രണ്ട് കാര്യങ്ങളുണ്ട്. ഔട്ട് സൈഡിലേക്ക് പോകരുത്. ഇവിടെ ഞാൻ ഷെയ്ഡിങ് വെച്ചിട്ടാണ് ഔട്ട് സൈഡ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്കെച്ച് പെൻ ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സ്കെച്ച് പെൻ കുട്ടികൾക്ക് കൊടുത്താൽ ശരിയാവോന്ന് അറിയില്ല. കാരണം അവരുടെ കയ്യിലൊക്കെ അതിന്റെ കളറാകും. പിന്നെ അത് മാത്രമല്ല, നമ്മള് സ്കെച്ച് പെൻ കൊണ്ട് വരയ്ക്കുമ്പോൾ ബാക്ക് സൈഡിലെ കളറ് സ്മഡ്ജ് ആയിട്ട് വരാനും ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടിയുടെ കൈ നനഞ്ഞിരിക്കുകയോ വേർതിരിക്കുകയോ ഒക്കെ ആണെങ്കിൽ കളറ് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് തീരുമാനിക്കാം സ്കെച്ച് പെന്നോ കളർ പെൻസിലോ ക്രയോൺസോ വാക്സ് ക്രയോൺസോ എന്താ പറയാ ഓയിൽ പേസ്റ്റൽസോ അങ്ങനെ ഏതെങ്കിലും കൊടുക്കാം. ആ ഒരു ഏജിന് അതൊക്കെയാണല്ലോ പറ്റുന്നത്. ഇപ്പൊ ആരെയോ പറയണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള സ്കെച്ച് പെൻ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ സ്മഡ്ജ് ആവില്ല, കളറ് സ്പ്രെഡ് ആവില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. അറിയില്ല, അന്വേഷിച്ച് നോക്കൂ. പിന്നെ ഷാഡോ കണ്ടുപിടിക്കുക. നമുക്ക് മെയിൻ പിക്ചർ തന്നിട്ടുണ്ടാകും, ഡിഫറെന്റ് ഷാഡോ, അതിന്റെ പല നിഴല് തന്നിട്ടുണ്ടാവും. അതിന് കറക്റ്റ് ഷാഡോ ഓൺ ആയവരൊന്നും മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. ഞാനിവിടെ ഒരു കൈറ്റിനെയാണ് വരച്ചത്. അപ്പൊ അതിന്റെ 3 ഷാഡോ താഴെയുണ്ട്. അതിൽ കറക്റ്റ് ഷാഡോ ഏതാണ് കണ്ടുപിടിക്കാന്നായിരുന്നു. പിന്നെ 2 റോയിലായിട്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതില് ടോപ്പിലുള്ള പിക്ചറിലെ ഏതോ ഒന്നിന്റെ പാർട്സ് താഴത്തെ പിക്ചറിലുണ്ട്. അത് ഏതാണ് കണ്ടുപിടിക്കുക. അപ്പൊ ഞാനിവിടെ 2 ബേർഡ്സും ഒരു ഫിഷും കാണാം നിങ്ങൾക്ക്. താഴെ ബേർഡ്സിന്റെ പോലത്തെ കാലുകളുണ്ട്. അതിൽ ഏതിന്റെ കാലാണ് കണ്ടുപിടിക്കുക അതായിരുന്നു ഞാൻ വെച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ബേർഡ് ഫിഷും തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കും. ഒരു ഡിഫറെന്റ് ട്രീയോ എന്തെങ്കിലും കൊടുത്തിട്ട് റൂട്ടും സ്റ്റെമ്മും അങ്ങനെ ആ രീതിയിൽ അങ്ങനെയൊക്കെ കൊടുത്തു നോക്കാം. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നെക്സ്റ്റ് കുറച്ച് മുമ്പ് നമ്മൾ ഒരെണ്ണം പറഞ്ഞില്ലേ, ഒരു പിക്ചർ കണ്ടിട്ട് കൊടുക്കും, അത് നോക്കിയിട്ട് അതുപോലെ തന്നെ അടുത്ത ബോക്സിലേക്ക് വരയ്ക്കുക എന്നുള്ളത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. പക്ഷെ നേരത്തെ കേസിൽ സെയിം മെഷർമെന്റ് ഉള്ള സൈസ് ഉള്ള ബോക്സ് ആയിരുന്നു. ഇവിടെ അത് എൻലാർജ് ചെയ്തിട്ടുണ്ട്, അതായത് പിക്ചറിനെ എൻലാർജ് ചെയ്ത് വരപ്പിക്കാനായിട്ട്. അപ്പൊ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബോക്സിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് വരയ്ക്കുന്നത്. ഞാനിവിടെ ഒരു 4 ലെഗ് ഉള്ള ഒരു സ്റ്റാർ ആണ് വരച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് പറ്റും. അവർ ആ 4 പാർട്സിലെ വരുന്ന കാര്യങ്ങൾ നോക്കി അതിനനുസരിച്ച് വരച്ചു വെക്കും. പിന്നെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടാവും. ആ പിക്ചറിൽ നിറയെ നമ്പർ ഇട്ടിട്ടുണ്ടാവും. 1 2 3 എന്നും പറഞ്ഞ് നമ്പർ ഇട്ടിട്ടുണ്ടാവും. പിക്ചറിൽ
അതിന്റെ ഈ ഓരോ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കളർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ നോക്കിയിട്ട് ഏത് കളറാണോ കൊടുത്തിരിക്കുന്നത് ആ കളറ് ആ നമ്പർ വരുന്ന പിക്ചറിന്റെ പാർട്ടിൽ ഷെയ്ഡ് ചെയ്യുക. അപ്പൊ കുട്ടികൾക്ക് നമ്പർ ഫെമിലറൈസേഷൻ, നമ്പർ മനസ്സിലാകണം, കളർ ഏതാണെന്നും മനസ്സിലായിട്ടുള്ള കുട്ടികൾക്ക് വേണം ആ ഒരു ആക്ടിവിറ്റി കൊടുക്കണം. അതേസമയം നമ്പർ അവർ പഠിച്ചിട്ടില്ല, കളറും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പാടായിരിക്കും. അപ്പൊ അത് അവര് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റി കൊടുക്കാം. അത് അവർക്ക് ക്ലിയർ ആയോന്നും കൂടെ ചെക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? നെക്സ്റ്റ് 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ടാവും. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷെ അത് തമ്മില് ഇപ്പം ഡിഫറൻസസിന്റെ എണ്ണം പറയുവാണെങ്കിൽ, ഇപ്പൊ 4 ഡിഫറൻസസ് ഉണ്ടെന്ന് പറയുവാണെങ്കിൽ അവര് കഷ്ടപ്പെട്ട് നോക്കിയിരുന്ന് 4 എണ്ണം കണ്ടുപിടിക്കും. ഞാനിവിടെ ടോം ആൻഡ് ജെറിയുടെ ചേസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 4 ഡിഫറൻസസ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഡിഫറൻസസ് കണ്ടുപിടിക്കുക. പിന്നെ ഡോട്ട്സ് ജോയിൻ ചെയ്ത പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. സ്മൈലി ആണ് എടുത്തിരിക്കുന്നത്. ഡോട്ട്സ് ജോയിൻ ചെയ്ത പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ഇതൊക്കെ അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അടുത്തത് നമ്പേഴ്സ് ജോയിൻ ചെയ്ത പിക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ ആൽഫബറ്റ്സ് ജോയിൻ ചെയ്ത പിക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുക്കാം. അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം, സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ ക്യാപിറ്റലും സ്മോളും ഒക്കെ കുട്ടി പഠിച്ചോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. നമ്പർ കറക്റ്റ് ഓർഡറിൽ അവർ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ലുബ്ന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ലുബ്ന ഇസ്മിൽ. താങ്ക് യു. നെക്സ്റ്റ് മിസ്സിംഗ് ലെറ്റർ കണ്ടുപിടിക്കും. ഈ മിസ്സിംഗ് ലെറ്റർ കണ്ടുപിടിക്കുമ്പോ ആ ഒരു ഒബ്ജക്റ്റ് എന്താണോ അതിന്റെ പിക്ചർ നിങ്ങൾക്ക് ക്ലൂ പോലെ കൊടുക്കാം. അതിന്റെ മാത്രമല്ല അല്ലാത്ത പിക്ചേഴ്സും കൊടുത്തിട്ട് അപ്പൊ കുട്ടിക്ക് പിക്ചറും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കണ്ടോ, മിസ്സിംഗ് ലെറ്റർ എന്താന്നുള്ളത് കുട്ടി ഐഡന്റിഫൈ ചെയ്യും. വേണമെങ്കിൽ പല പല പിക്ചേഴ്സ് കൊടുക്കാം. ആൻസർ പിക്ചർ അതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരെണ്ണം കാണണം. അതിനനുസരിച്ച് ഇതിന്റെ താഴെ മാച്ച് ദ ഫോളോയിങ് ആണ്. സറൗണ്ടിങ്സുമായിട്ട് കുട്ടി കണക്ട് ചെയ്തോളും. അവൻ ചുറ്റും നോക്കുമ്പോ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മാച്ച് ചെയ്യാനുള്ളതൊക്കെ കറക്റ്റ് മാച്ച് ചെയ്യും. പിന്നെ ഒരു കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചർ നോക്കിയിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് പിക്ചേഴ്സ്, 3-4 പിക്ചേഴ്സ് ഒട്ടിച്ചിട്ട് ആ സ്റ്റോറിക്ക് അനുസരിച്ച് ആ പിക്ചറിനനുസരിച്ച് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കോൺവെർസേഷൻ എഴുതുക. ആസ് പെർ യുവർ ഇമാജിനേഷൻ. ഇവിടെ ഞാനൊരു പോസ്റ്റ്മാനും ഒരു കുട്ടിയുമായിട്ടുള്ളതാണ്. അപ്പൊ പോസ്റ്റ്മാന്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റർ ഉണ്ട്, എന്തോ പറയുന്നുണ്ട് കുട്ടി, പോസ്റ്റ്മാനും പറയുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് ഇമാജിൻ ചെയ്ത് അത് എഴുതുകയോ പറയിപ്പിക്കുകയോ ചെയ്യാം. ഇനി ഹൈഡിങ് ക്രീച്ചറിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഹൈഡിങ് അനിമൽ വേണ്ട, ഹൈഡിങ് ഒബ്ജക്റ്റ് ആണോ, അങ്ങനെ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ മാറ്റാം. ഹൈഡിങ് ക്രീച്ചർ ഞാൻ എഴുതി. ക്രീച്ചറിന്റെ അവിടെ ആ പുല്ലിന്റെ ഇടയ്ക്ക് ഒരു ബട്ടർഫ്ലൈ, അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഈ ഹൈഡിങ് അനിമൽ എന്താ പറയാ, ഹൈഡിങ് ഒബ്ജക്ട് ആണെങ്കിൽ ഒരു ഗാർഡനിൽ കുട്ടിയുടെ ഒരു ടോയ് കിടക്കുന്നു, അങ്ങനെ വേണമെങ്കിൽ ആക്കാം. അതിനനുസരിച്ച് ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയാൽ മതി. ക്രീച്ചർ എന്നുള്ളത് ഒബ്ജക്റ്റ് എന്നാണ്. കുറെ വേർഡ്സ് ആണ്, അതിൽ നിന്ന് ആ ഒരു കുറെ വേർഡ്സ് ഇങ്ങനെ ബോക്സിലുണ്ട്. അതിനകത്ത് അനിമൽസ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലൂ ആയിട്ട് പിക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ആ വേർഡ് നോക്കിയിട്ട് അതിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന അനിമലെ കണ്ടുപിടിക്കും. ഇത്രയുമാണ് നമ്മളുടെ ഈ റെക്കോർഡിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ലാസ്റ്റ് പറഞ്ഞത് ഒന്നും കൂടി പറഞ്ഞിരുന്നു. ഈ വേർഡ്സ് നോക്കിയിട്ട് അനിമൽസിനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്, അതിന് പിക്ചർ എന്തെങ്കിലും? പിക്ചർ ഒന്നും ഞാൻ ഒട്ടിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ പിക്ചർ മാത്രമായിട്ടല്ല, കുറെ പിക്ചേഴ്സ് ഒട്ടിക്കാം. അതിൽ നമ്മളുടെ ആൻസർ ഉണ്ടാവണമെന്നേ ഉള്ളൂ.
ഫസ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൗ ഹൈഡ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് വണ്ണില് ഓക്സ് ഉണ്ട്, തേർഡ് വണ്ണില് യാക്ക് ഉണ്ട്, നെക്സ്റ്റ് ഡീർ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്നിലും ഓരോ അനിമല് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ചെയ്തു തുടങ്ങിക്കോളൂ, കാരണം വൈകിക്കണ്ട. കുറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുള്ളത് വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് അതിപ്പോ സഫർ ചെയ്യുന്നുണ്ടോ, എല്ലാം കൂടെ ഒരുമിച്ചായി ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഓക്കെ, ഇതെന്നാ ക്ലോസ് ചെയ്തിട്ടെ. നമ്മൾ ക്ലാസ് ഇടവരെയായി. ഇപ്പൊ പറഞ്ഞതെല്ലാം അൺറോൾഡിൽ തന്നെയല്ലേ മാം ചെയ്യേണ്ടത്? നമുക്ക് പിക്ചർ ആണല്ലോ കൂടുതൽ, നമുക്ക് എഴുതാനൊന്നും ഇല്ലല്ലോ. ഓക്കെ മാം. റാബിറ്റിന്റെ ഓരോ പിക്കും ഡിഫറെന്റ്. യെസ്, അങ്ങനെയാണ്. 5 പിക്ചർ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം റെഫറൻസ് പിക്ക്. ആ പിക്കുമായിട്ട് ബാക്കി 4 പിക്ചേഴ്സിനുള്ള ഡിഫറൻസ് മെസ്സേജ് നോക്കുവാണേ. ഓക്കെ, നമ്മൾ ക്ലാസ് ഇടം വരെ എടുത്തു. ഫസ്റ്റ് യൂണിറ്റ് മാം, അതിലെ ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസും വെൽനസ്. ഒരു മിനിറ്റ്, റെക്കോർഡ് റൈറ്റിംഗിന്റെ ഡീറ്റെയിൽസ് വന്നില്ലേ ക്ലാസ് റൂമില്? പിന്നെ എന്താ മെസ്സേജ് കണ്ടു മഞ്ജു. ഗൂഗിൾ ക്ലാസ്സിൽ എന്താ ഇടേണ്ടത്? ഏതായിരുന്നു പറഞ്ഞേ? മാം ഈ ഡീറ്റെയിൽസ് ആയിരുന്നു, ഞാൻ കണ്ടില്ല, അതായത് ചോദിക്കേ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എന്നിടയ്ക്ക് ക്ലാസ് ഏതാന്ന് പറഞ്ഞത് കേട്ടില്ല. ഏതെവരെയായി? ഫസ്റ്റ് യൂണിറ്റ് അതിലെ ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് വെൽനസ് മാം എന്ന് പറഞ്ഞു. ഷെയർ ചെയ്തിട്ടോ. മിസ്സേ, നമ്മൾ ഈ റെക്കോർഡില് കലണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അത് റെക്കോർഡിൽ നമ്മൾ വരച്ച് ആക്കുവാണോ വേണ്ടല്ല മിനി കലണ്ടർ മാതിരി നമ്മൾ അങ്ങനെ ആക്കുവാണോ വേണ്ടത്? ഞാൻ റെക്കോർഡിലാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ എന്നോട് ആരോ ചോദിച്ചു അതുപോലെ മിനി കലണ്ടർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ബാച്ചിൽ നിന്നാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. അങ്ങനെ ചെയ്യാം കേട്ടോ. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഡ്സ് വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് ഇയറിലെ കലണ്ടർ ആണോ പ്രിപ്പയർ ചെയ്യുന്നത് കറക്റ്റ് എക്സാക്ട്ലി ആ ഇയറിലെ കലണ്ടർ തന്നെയായിരിക്കണം. ഡേറ്റ്, ഡേ എല്ലാം കറക്റ്റ് അത് തന്നെയായിരിക്കണം. നമ്മുടെ അക്കാഡമിക് ഇയർ 25 to 26 ഈ ഇയർ ചെയ്താൽ പോരെ മാം? ഈ ഇയർ ചെയ്യാം. ഇതിപ്പോ സെപ്റ്റംബർ ആയി, ഇനി വേണമെങ്കിൽ 26 ആണ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 26 ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. കുറച്ച് പകുതിയിൽ കൂടുതൽ കഴിഞ്ഞല്ലോ ഈ വർഷം. മിസ്, അത് 12 മന്തും വേണോ അതോ 1 മന്ത് മാത്രം? 12 months വേണം കലണ്ടർ. നമ്മൾ വായിച്ചു തുടങ്ങിയില്ലല്ലോ? വായിച്ചു തുടങ്ങിയിരുന്നോ? മാം 3 മാം എന്ന് പറഞ്ഞായിരുന്നു. മോട്ടോർ സ്കില്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ മോട്ടോർ സ്കിൽ?
ഓക്കെ, സോ നമ്മള് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് അതായിരുന്നു. സോ ഹെൽത്തിനെ പറ്റി വായിച്ചത് എവിടെ വരെ അതൊന്ന് പറയൂ. ഞാൻ വെൽനെസ് വരെ ഞാൻ പറഞ്ഞായിരുന്നു. വെൽനസ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ? വെൽനസിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഞാൻ പറഞ്ഞിരുന്നോ? പറഞ്ഞു തുടങ്ങിയായിരുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതായത് വെൽനസിന്റെ കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത് നിങ്ങളുടെ PDF ഇല്ല, അത് ഞാൻ എക്സ്ട്രാ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം. ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നോ? നോ മാം. ഓക്കെ, നമുക്ക് ശരിക്കും വെൽനസ് പറഞ്ഞു. വെൽനസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ മെന്റൽ വെൽബീയിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള വെൽബീയിങ്, സ്പിരിച്വൽ വെൽബീയിങ്, ഇതെല്ലാം നമ്മളൊരു ജീവിക്കുന്ന സറൗണ്ടിങ്സുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്ത് പോകാൻ, പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്ന, അതാണ് നമ്മൾ വെൽനസ് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു നമുക്ക് വീട്ടിലെല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ വീട്ടിലെപ്പോഴും വഴക്കും ആണെങ്കിൽ നമ്മൾ വെൽ അല്ല അല്ലെ? നമ്മുടെ വെൽബീയിങ് വളരെ ലോ ആണ്, വെൽനസ് അല്ല എന്ന് നമുക്ക് പറയാം. പലപ്പോഴും ഹെൽത്തും വെൽനസും കൂടെ ആളുകൾ കണക്ട് ചെയ്യാറുണ്ട്. ഹെൽത്ത് എന്ന് പറയുന്നത് ആ ഒരു ഫിസിക്കൽ ഹെൽത്തും വെൽനസും കൂടെ കണക്ട് ചെയ്യാറുണ്ട്. ബട്ട് ആ ഒരു ഹെൽത്ത് ദാറ്റ് ഇസ് ഡിഫറെന്റ്, എൻറ്റയർലി ഡിഫറെന്റ്. നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, കറക്റ്റ് ആയിട്ടുള്ള നമുക്കത് ഡൈജഷൻ നടക്കുന്നു, അങ്ങനെയൊക്കെ വരുന്നതാണ് ഹെൽത്ത് ആയിട്ട് പറയുന്നത്. വെൽനസ് ഇതാണ് നമ്മളെല്ലാം ഓവറോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും, ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ ആരോഗ്യവും അസുഖങ്ങളിൽ നിന്ന് ഫ്രീ ആയിട്ടും കൂടി ഇരിക്കും. നമുക്ക് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ സിവിയർ ആയിട്ടില്ല, അങ്ങനത്തെ കണ്ടീഷൻ എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാണ് വെൽനസ്. നമുക്ക് മനസ്സിനും സന്തോഷം ഉണ്ടാകണം അല്ലെ? അപ്പോ ഒരു ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര പ്രഷറാണ്, ജോബില് ഭയങ്കര പ്രഷറാണ്. എപ്പോഴും നമുക്ക് ഫയറിങ് കിട്ടും, അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഒട്ടും സുഖമല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലാണ് ജോബെങ്കിൽ നമ്മൾ അവിടെയും നമ്മൾ വെല്ലല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. വെൽനസിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇതൊരു ആക്റ്റീവ് പ്രോസസ്സാണ് വെൽനസ് എന്ന് പറയുന്നത്. വെൽനസ് എന്ന് പറയുന്നത് ഒരാളുടെ, ഇപ്പൊ ഞാൻ മാത്രം വെല്ലായിരുന്നാൽ പോരാ അല്ലെ? എന്റെ വീട്ടിലുള്ള എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, എല്ലാവർക്കും ആ ഒരു വെൽബീയിങ് എല്ലാ ഏരിയയിലും നിന്ന് കിട്ടണം. ഞാൻ ഇടപെടുന്ന മറ്റു ചുറ്റുപാടുകൾ, എന്റെ സറൗണ്ടിങ്സ്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ആ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഇൻഡിവിജ്വലിന്റെ മാത്രം സുഖമല്ല വെൽനസ് എന്ന് പറയുന്നത്, ഒരു ഗ്രൂപ്പിന്റെയും കൂടിയാണ് വെൽനസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മളിപ്പോ നമ്മുടെ ഫാമിലി ആകാം, നമ്മുടെ കമ്മ്യൂണിറ്റി ആകാം, നമ്മളിപ്പോ വർഷിപ്പ്, നമ്മളെവിടെയെങ്കിലും ആരാധന, പ്രാർത്ഥന അങ്ങനെയൊക്കെ പോകുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ ആകാം, പിന്നെ നമ്മുടെ വർക്ക് പ്ലേസ് ആകാം, അങ്ങനെ ഏതെല്ലാം സെറ്റിങ്സുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണോ അവിടെയെല്ലാം എല്ലാവരും നമ്മൾ ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പ് എല്ലാവരും ഒരുപോലെ വെല്ലായിരിക്കുന്നതാണ് വെൽനസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് വെൽനസ് പലപ്പോഴും ഇത് തമ്മിലൊരു നമുക്ക് മാറിപ്പോകാറുണ്ട്. ഇതൊരു 2 കൺസെപ്റ്റ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. WHO പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്ങിനെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്ത് ആയിട്ട് പറയുന്നത്. കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ്ങിനെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്ത് എന്ന് പറയുന്നത്. WHO കൊടുക്കുന്ന ഹെൽത്തിന്റെ ഡെഫിനിഷൻ. ഹെൽത്ത് എന്ന് പറയുന്നത് അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, അതല്ല രോഗമില്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, നമ്മൾക്ക് വേറെയും അതിനപ്പുറത്തേക്കും പല കാര്യങ്ങളുണ്ട്. സോഷ്യലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം, ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം, എക്കണോമിക്, നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ എല്ലാ രീതിയിലും നമുക്ക് വെൽ ബീയിങ്, സുഖം, സന്തോഷം, സമാധാനം എല്ലാം കിട്ടും. ഓക്കെ,
വെൽനസിന്റെ ഫസ്റ്റ് ഡയമെൻഷൻ ആയിട്ട് പറയുന്നത് ഫിസിക്കൽ വെൽനസ്. വെൽനസിന്റെ ഫസ്റ്റ് ഡയമെൻഷൻ ആണ് ഫിസിക്കൽ വെൽനസ്. ഫിസിക്കൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഭക്ഷണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കാൻ നമ്മൾ എടുക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ, ഓക്കെ, അതാണ് അത്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഉറക്കം, റെസ്റ്റ്, ഇതിനെ മൂന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഫിസിക്കൽ വെൽനസ്. അതായത് ഫുഡ് വി ഇൻടേക്ക്, ന്യൂട്രീഷ്യസ് ഫുഡ് കേട്ടോ, എന്തെങ്കിലും ഭക്ഷണമല്ല, ജങ്ക് ഫുഡ് ഒന്നുമല്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം, ഫുഡ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ദെൻ റെസ്റ്റ്, സ്ലീപ്പ്. അതാണ് ഫിസിക്കൽ വെൽനസിന്റെ കമ്പണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാകും, നമ്മുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, നമ്മൾ വീക്ക് ആയിരിക്കില്ല, നമ്മൾക്കുടെ ഏജ് അനുസരിച്ച് ഹെൽത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ, ബോഡി മൂവ്മെന്റ്സ്, ഫിസിക്കൽ എക്സസൈസസ്, ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ ഡയറ്റ്, ഇതെല്ലാമാണ് നമ്മളുടെ എക്സസൈസ്, ഡയറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഫിസിക്കൽ വെൽനസ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വെയിറ്റ് മാനേജ്മെന്റ്, അല്ലെ, ഓവർ വെയിറ്റ് അല്ല, അണ്ടർ വെയിറ്റ് അല്ല, നമ്മളുടെ ഏജിനനുസരിച്ച്, നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഒക്കെയുള്ള വെയിറ്റ് മാനേജ്മെന്റ്. പിന്നെ സബ്സ്റ്റൻസ് യൂസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ടുബാക്കോ യൂസ് ചെയ്യരുത്, ആൽക്കഹോൾ യൂസ് ചെയ്യരുത്, അങ്ങനെ പലതും. പിന്നെ നമുക്ക് അസുഖങ്ങൾ അങ്ങനെ വരാതിരിക്കുന്നത്, പിന്നെ അസുഖങ്ങളെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ എടുക്കുന്ന പ്രിക്വേഷൻസ്, ഇതെല്ലാം ഫിസിക്കൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ്, ഇമോഷണൽ വെൽനസ്. നമുക്ക് നമ്മളറിയാം, നമ്മളൊക്കെ പല രീതിയിലുള്ള ഇമോഷൻസ് വരും. പക്ഷെ ഈ ഇമോഷൻസ് വരുന്ന ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം, സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മുടെ ലൈഫിൽ എപ്പോഴും സന്തോഷം മാത്രമല്ല ഉണ്ടാവുന്നത്, സങ്കടങ്ങളും ഉണ്ടാവാറുണ്ട്, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട് അല്ലെ ലൈഫിൽ. ഈ വരുന്ന അപ്പ് ആൻഡ് ഡൗൺസിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് ഇമോഷണൽ വെൽനസ്. ലൈഫിലെ പല പ്രഷർ ഉണ്ടാകും, അതുമൊക്കെ ആയിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് പറ്റണം. ടഫ് സർക്കംസ്റ്റാൻസസ് ഉണ്ടാകും, ചലഞ്ചസ് ഉണ്ടാകും, ഇതിനെയെല്ലാം ഫേസ് ചെയ്യാനും സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടും പറ്റും. ദാറ്റ് ഇസ് ഇമോഷണൽ വെൽനസ്. നമുക്ക് ഒരു പക്ഷെ നമുക്ക് പല ലോസ് സംഭവിക്കാം നമ്മുടെ ലൈഫില്. അത് മണി ആകാം, ജോബ് ആകാം, അല്ലെ, പിന്നെ പല രീതിയിലുള്ള ലോസ് സംഭവിക്കാം, ആളുകളെ ആകാം, ചിലത് തിരിച്ചു കിട്ടാൻ പറ്റാത്ത നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ, അതാകാം. ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുക. ദാറ്റ് ഈസ് ഇമോഷണൽ വെൽനസ്. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ത് പറ്റും? ഡൗൺ ആയി പോകും അല്ലെ. കുറെ ഭയങ്കര പ്രശ്നമായി കഴിയുമ്പോൾ അത് ഡിപ്രഷനിലേക്ക് പോകും. പിന്നെ അത് മെഡിസിൻസ് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും, തെറാപ്പി എടുക്കേണ്ട അതിലേക്ക് പോകും. അതൊന്നും അങ്ങനെയൊന്നും നടന്നില്ലെങ്കിലോ ഡിപ്രഷൻ കൂടി കൂടി അവർക്ക് ഒരു ഫെയിലിയർ, ഞാനൊരു ഫെയിലിയർ ആണ്, എന്തിനാ ഞാൻ ജീവിക്കുന്നത്, സൂയിസൈഡ് ടെൻഡൻസി വരും. പിന്നെ അവരത് എങ്ങനെയാ സൂയിസൈഡ് ചെയ്യാന്നുള്ള മാർഗങ്ങൾ അന്വേഷിക്കും. ദെൻ ഒരു കമ്മിറ്റി ആ സൂയിസൈഡ് സൂയിസൈഡ് അങ്ങനത്തെ അവസ്ഥയിലേക്ക് ആളുകൾ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഇനി അതല്ല നമുക്ക് പറ്റുന്നില്ല, നമുക്കിതൊന്ന് റെഗുലേറ്റ് ചെയ്യണം, ആരോടെങ്കിലും പറയണം. ഒരാള് ഒരു സ്പേസ് നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതവര് അങ്ങനെ പറഞ്ഞ് മാനേജ് ചെയ്യും. ചിലത് ലോങ് ജേർണി, ഒരു യാത്ര പോകും, ചിലത് എവിടെയെങ്കിലും പിൽഗ്രിമേജ് അങ്ങനെ പോകും, ചിലർ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കും, ചിലര് ബുക്സ് വായിക്കും. അങ്ങനെയൊക്കെ നമ്മൾ സെൽഫായിട്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യും. നെക്സ്റ്റ്, സോഷ്യൽ വെൽനസ്. നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഫിസിക്കൽ വെൽനസ്സും ഇമോഷണൽ വെൽനസ്സും. അടുത്ത ഡയമെൻഷനാണ് വെൽനസിന്റെ സോഷ്യൽ വെൽനസ്. നമ്മൾക്കറിയാം, നമ്മളൊരു ഫാമിലിയിലാണ് ജീവിക്കുന്നത്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ആ ഒരു സൊസൈറ്റിയിൽ പല കാര്യങ്ങളും നടക്കാം അല്ലെ. നമ്മളൊരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ ആ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ ആ ഒരു ഏരിയയിൽ വരുന്ന പല ആൾക്കാരെ, നമ്മുടെ നൈബറിനെ കാണാം റോഡിൽ വെച്ചിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും അവരോട് ഒന്ന് ചിരിക്കും, അല്പം നേരം ഒന്ന് സംസാരിക്കും അല്ലെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കാറുണ്ട്, ഒരു ഇന്ററാക്ഷൻ നടക്കാറുണ്ട്, ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ. അതാണ് സോഷ്യൽ വെൽനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള
അപ്രോച്ചബിൾ ആയിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുന്നു. അതേസമയം ചില ആളുകൾ ആരോടും മിണ്ടില്ല, ആളുകളെ ഒഴിവാക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീടിനടുത്ത് പുതിയൊരാള് താമസിക്കാൻ വരും. അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കില്ലേ, പുതിയൊരു ഫാമിലി വന്നു, അവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവര് ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, വീടിന്റെ ജനല് തുറക്കുന്നില്ല, വാതിൽ തുറക്കുന്നില്ല, അഥവാ പുറത്തേക്ക് വന്നാലും ആളുകളുമായിട്ട് സംസാരിക്കുന്നില്ല. അങ്ങനത്തെ രീതിയിലാകുമ്പോൾ അവരുടെ സോഷ്യൽ വെൽനസ് വളരെ ലോ ആണ് അല്ലെ. അവർ സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നില്ല. സോ ദാറ്റ് മീൻസ് അവരുടെ സോഷ്യൽ വെൽനസ് വളരെ കുറവാണ്. അപ്പൊ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു സൊസൈറ്റിയിലേക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മളുടെ ഈ ഒരു മദർ നേച്ചർ നമുക്ക് കുറേ റിസോഴ്സസ് തരുന്നുണ്ട്, ഫുഡായിട്ട്, അതുപോലെ വാട്ടർ, അങ്ങനെ പ്ലെന്റി ഓഫ് റിസോഴ്സസ് ആണ് നമ്മളുടെ മദർ നേച്ചറിൽ നമ്മൾക്ക് കിട്ടുന്നത്. നമ്മൾ തിരിച്ചെന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും നമുക്കുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് സോഷ്യൽ വെൽനസ്. പിന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയില് പല ടൈപ്പ് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പൊതുജനം, പലവിധം എന്നൊക്കെ പറയുന്ന പോലെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. വാട്ട് എവർ ഇറ്റ് ബി, ആ ആളുകൾ എങ്ങനെയാണോ അങ്ങനെ അവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതെ, സോഷ്യൽ ആക്സെപ്റ്റൻസ് അതും സോഷ്യൽ വെൽനസിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ആ ഒരു സൊസൈറ്റിയുമായിട്ട് നമ്മളൊരു സോഷ്യൽ ആക്ച്വലൈസേഷൻ, അതായത് ഒരു കംഫർട്ട്. ഇപ്പോ ഞാൻ ജീവിക്കുന്ന ഒരു സൊസൈറ്റി, അതിലുള്ള ആളുകൾക്ക് എന്നോട് വളരെ ഫ്രീ ആയിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുക വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു കംഫർട്ട് സോൺ ആക്കി വെച്ചിട്ടുണ്ട്. അതേസമയം ഞാൻ ഭയങ്കരമായിട്ട് അരഗന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്, ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഓരോന്ന് പറയുന്നു, അങ്ങനത്തെ ഒരാളാണെങ്കിൽ എന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലെ. ഒരു കംഫർട്ട് അവർക്ക് ഫീൽ ചെയ്യില്ല, ഞാനുമായിട്ട് സംസാരിക്കാനായിട്ട് ഒരു പോസിറ്റീവ് കംഫർട്ട് ഫീൽ ചെയ്യില്ല. ഓക്കെ, അതും സോഷ്യൽ വെൽനസിന്റെ ഒരു ഭാഗമാണ്, സോഷ്യൽ ആക്ച്വലൈസേഷൻ. പിന്നെ സോഷ്യൽ കോൺട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു മദർ നേച്ചർ നമുക്ക് കുറേ കാര്യങ്ങൾ തരുന്നുണ്ട്, തിരിച്ച് നമ്മൾ സൊസൈറ്റിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും, ദാറ്റ് ഈസ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ. പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഞാൻ. ടോപ്പിലൊരാളല്ല, ഞാനും കുറെ ആളുകൾ ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റി, അതിന്റെ ഒരു പാർട്ടാണ് ഞാൻ. സോ അപ്പൊ ആ സൊസൈറ്റിയിൽ ഒരു നീഡ് വന്നു കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഡു സംതിങ്. പിന്നെ ചില പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമല്ലോ അല്ലെ, ഓണം സെലിബ്രേഷനോ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ അവിടെയും ഞാനൊരു ഭാഗമാവും. അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ചു, ഫണ്ട് റൈസ് ചെയ്യണം അയാളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, നമ്മളെ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുമല്ലോ. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് സോഷ്യൽ വെൽനസ്. ഇതെല്ലാം സോഷ്യൽ വെൽനസിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഫിസിക്കൽ വെൽനസ്, ഇമോഷണൽ വെൽനസ്, ദെൻ സോഷ്യൽ വെൽനസ്. ഇനി നെക്സ്റ്റ് വൺ ഇന്റലക്ച്വൽ വെൽനസ്. ഇന്റലക്ച്വൽ വെൽനസ് എന്തായിരിക്കും? ഇന്റലിജൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. എന്താ ഇന്റലിജൻസ്? കുറെ കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നതാണോ ഇന്റലിജൻസ്? എനിക്ക് കുറെ സ്ഥലത്ത് കുറെ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് അല്ലേ. കുറെ ഇൻഫർമേഷൻസ് കിട്ടി, അത് അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങുക എന്നുള്ളതായി. കിട്ടിയ ഇൻഫർമേഷൻ അനലൈസ് ചെയ്യാം, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക, അതിനെ കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോൾ അതൊരു അറിവായിട്ട്, നോളജ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുമ്പോഴാണ് ആ അറിവ് കംപ്ലീറ്റ് ആകുന്നത്, ആ നോളജ് കംപ്ലീറ്റ് ആകുന്നത് അല്ലെ. അല്ലാതെ എനിക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് നോളജ് ഉണ്ട്, പക്ഷെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഇന്റലക്ച്വൽ വെൽനസ്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് നമ്മൾ അതൊരു അറിവായിട്ട് സമ്പാദിച്ചു വെക്കണം, നോളജായിട്ട് സമ്പാദിച്ചു വെക്കണം. എന്നിട്ട് അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് ഇന്റലക്ച്വൽ വെൽനസ് കംപ്ലീറ്റ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരാളെ മനസ്സിലാക്കാൻ പറ്റും, അയാളുടെ ക്രിയേറ്റിവിറ്റി, അയാളുടെ മെന്റൽ ആക്ടിവിറ്റീസ് എല്ലാം നമ്മളൊരു ഇന്റലക്ച്വൽ ആണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും. അപ്പൊ ഇങ്ങനെ ആ ഒരു ഇന്റലക്ച്വൽ വെൽനസ് ഉള്ള ഒരു പേഴ്സൺ, അയാൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്കും കൂടി പകർന്നു കൊടുക്കും.
അയാൾക്ക് അറിയാവുന്ന സ്കിൽസ്, പല കഴിവുണ്ടാവും, ആ സ്കിൽസ് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കും. അതായത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മളത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പിരിച്വൽ വെൽനസ്. ഫിസിക്കൽ വെൽനസ് പറഞ്ഞു, ഇമോഷണൽ വെൽനസ് പറഞ്ഞു, സോഷ്യൽ വെൽനസ് പറഞ്ഞു, ഇന്റലക്ച്വൽ വെൽനസ് പറഞ്ഞു. ഫിഫ്ത്ത് വൺ സ്പിരിച്വൽ വെൽനസ്. ഓക്കെ, കുറെ ആളുകൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവും, കുറച്ചു പേർക്ക് അത് ഉണ്ടാവില്ല, അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കൊരു ട്രഡീഷൻ ഉണ്ട്, നമുക്കൊരു റിലീജിയസ് ബിലീഫ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശരി എന്നുള്ള കാര്യമായിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത്. ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അത് തെറ്റാവരുത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, മറ്റുള്ളവരെ വേദനിപ്പിക്കരുന്ന ഒരു തോട്ട്, ആ ഒരു മോറൽ വാല്യൂ നമുക്ക് വരും. അല്ലാതെ ബ്ലൈൻഡ് ബിലീഫ് ഒന്നുമല്ല. നമുക്കൊരു സ്പിരിച്വലി നമുക്കൊരു അറിവുണ്ടെങ്കിൽ, ഒരു വിശ്വാസം, നമുക്ക് എന്തിനെങ്കിലും ഒരു വിശ്വാസമുണ്ട്, നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ചില ട്രഡീഷൻസ്, നമുക്കൊരു റിലീജിയസ് ബിലീഫ് ഉണ്ട്, സം ബിലീഫ് ഇസ് ദർ, നമ്മൾ തെറ്റ് ചെയ്യില്ല, നമ്മൾക്ക് ആ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അവയർനെസ് ആണ് നമുക്ക് സ്പിരിച്വൽ വെൽനസ്സിലൂടെ കിട്ടുന്നത്. ഇനി അങ്ങനെ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ പോലും അവര് ഇത് വിശ്വസിക്കും, സം ഫോഴ്സ് ഇസ് ദർ, എന്തോ ഒരു ഫോഴ്സ് ഉണ്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതും നിങ്ങളിവിടെ ഇരിക്കുന്നതും നേരം വെളുക്കുന്നതും രാത്രിയാകുന്നതും നമുക്ക് മഴ കിട്ടുന്നതും വെയിൽ കിട്ടുന്നതും എല്ലാം ആ ഒരു ഫോഴ്സ് ഉണ്ട്, സംതിങ് ഈസ് കൺട്രോളിങ് അസ്. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ടൈം രാത്രിയായി പോയാലോ ഫുൾ ടൈം പകലായി പോയാലോ ഇത് ചെയ്യും, നമ്മുടെ ജീവിതം തന്നെ ഒരുമാതിരി ആയി പോകൂലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സം ഫോഴ്സ് ഈസ് കൺട്രോളിങ് അസ് എന്ന് അവര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബിലീഫ്സ്, വാല്യൂസ് അതെല്ലാം നമുക്ക് ഈ ലോകത്തെ കുറിച്ച്, ഈ യൂണിവേഴ്സിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു എക്സിസ്റ്റൻസ് അതിനെപ്പറ്റി നല്ലൊരു ബോധം ഉണ്ടാകാനും എല്ലാം സ്പിരിച്വൽ വെൽനസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ യൂണിവേഴ്സിൽ ചില നാച്ചുറൽ ഫോഴ്സസ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് സ്പിരിച്വൽ വെൽനസ്. നമ്മുടെ മോറൽ സൈഡ് സ്ട്രോങ് ആവുന്നത് സ്പിരിച്വൽ വെൽനസ്സിലൂടെയാണ്. നെക്സ്റ്റ്, somebody is watching us, somebody is controlling us. ആ ഒരു പേര് നമ്മള് ഭയഭക്തി ബഹുമാനം എന്ന് എപ്പോഴും പറയില്ലേ, ഗോഡിനോടാണെങ്കിലും നമ്മൾ ഒരു ഭയം കലർന്നൊരു ഭക്തി, ആ ഒരു സ്നേഹം, അതാണ് എന്നെ തെറ്റിലേക്ക് കൊണ്ടുപോകല്ലേ എന്നായിരിക്കുമല്ലോ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒക്യുപേഷണൽ വെൽനസ്. നെക്സ്റ്റ് വൺ, നമ്മുടെ പ്രൊഫഷൻ അല്ലെ, നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ചോയ്സ് ഓഫ് പ്രൊഫഷൻ, എത്ര തീരുമാനം കറക്റ്റ് ആണ്, ആ ഒരു ജോബ് അത് കറക്റ്റ് ചോയ്സ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഒക്യുപേഷണൽ വെൽനസ് ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് ചോയ്സ് ഓഫ് പ്രൊഫഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ. അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് കൂടുതൽ റിലേറ്റഡ് സ്റ്റഡി, കരിയർ അംബീഷൻ, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ പെർഫോമൻസ്, അതിനുള്ള അപ്രീസിയേഷൻ, ഇതെല്ലാം ഒക്യുപേഷണൽ വെൽനസ്. നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു അല്ലെ, ഹയർ ലെവലിലേക്ക് പോകാനായിട്ട് പ്രൊമോഷൻ, ഇതെല്ലാം ഒക്യുപേഷണൽ വെൽനസ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ്, എൻവയോൺമെന്റൽ വെൽനസ്. നമ്മുടെ പ്രൊഫഷന്റെ കാര്യം പറഞ്ഞു, നമുക്ക് ലൈഫ്, പേഴ്സണൽ ലൈഫും ഉണ്ട്, പ്രൊഫഷണൽ ലൈഫും ഉണ്ട്. അത് മാത്രമല്ല, നമ്മളൊരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റിയിലുമാണ് ജീവിക്കുന്നത് അല്ലെ. ഇതിനെല്ലാം കൂടി നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റണം. നമ്മൾ പോകുന്ന എൻവയോൺമെന്റിന്റെ ഡിഫറെന്റ് ഏരിയകളാണ് നമ്മുടെ വർക്ക് പ്ലേസ്, നമ്മുടെ ഹോം, നമ്മുടെ സൊസൈറ്റി. ഈ മൂന്നും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റണം. ദാറ്റ് ഈസ് എൻവയോൺമെന്റൽ വെൽനസ്. ഓക്കെ, സോ ഫിസിക്കൽ വെൽനസ് പറഞ്ഞു, ഇമോഷണൽ വെൽനസ് പറഞ്ഞു, സോഷ്യൽ വെൽനസ് പറഞ്ഞു, ഇന്റലക്ച്വൽ വെൽനസ് പറഞ്ഞു, ദെൻ ഏതായിരുന്നു പറഞ്ഞത്? സ്പിരിച്വൽ വെൽനസ് പറഞ്ഞു, സ്പിരിച്വൽ വെൽനസ്, occupational wellness, then environmental wellness. ഇനി ഫിനാൻഷ്യൽ വെൽനസ്. ഏറ്റവും അധികം ചലഞ്ചസ് വരുന്ന ഒരു വെൽനസ് ആണ് ഫിനാൻഷ്യൽ വെൽനസ്. നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെ, എല്ലാവരും ഒരേ ഫിനാൻഷ്യൽ ലെവലിലുള്ളതല്ല. അപ്പൊ അത് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അല്ലെ. ഒരാള് അമ്പാനി കല്യാണം നടത്തി,
വേറൊരാള് സാധാരണക്കാരൻ കല്യാണം നടത്തുന്നു. നല്ല നല്ല ഡിഫറൻസ് ആണ് ഉള്ളത്. അങ്ങനെ ലാവിഷായിട്ട് കല്യാണം നടത്തുന്നതല്ല കേട്ടോ പറയുന്നത്. പക്ഷെ നമ്മുടെ നീഡ്സ് ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സ്റ്റേബിൾ ആയിരിക്കണം അല്ലെ. ആരുടെ മുന്നിൽ കൈനീട്ടാൻ ഉള്ള അവസരം വരരുത്. ആ രീതിയിൽ ആകണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഭയങ്കര റിച്ചൊന്നും ആവണ്ട, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് വേറൊരിടത്ത് പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരരുത്. ആ ഒരു രീതിയിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് സൈഡിൽ നിന്നും ലോക്കൽ അതോറിറ്റീസും പല പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ റേഷൻ കാർഡ് അല്ലെ. റേഷൻ കാർഡ് പല കളറിലുണ്ട്. നമ്മളുടെ ഇൻകം അനുസരിച്ചാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏതോ ഒരു കളറിൽ ഇൻകം കളറിലുള്ളവർക്ക് ക്യാഷ് കൊടുക്കണ്ട, അല്ലാതെ തന്നെ അവർക്ക് മാസം ഇത്ര അരി എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അപ്പം അങ്ങനെ ആ ഒരു ഫിനാൻഷ്യൽ അന്തരം, ആ ഒരു ഡിഫറൻസ് അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന് അങ്ങനെ പല പ്രോഗ്രാം. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ഇൻകമിൽ താഴെയുള്ളവരെ ആ റേഷൻ കാർഡിന്റെ കളറ് അതിനനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെന്റ് കുറെയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഇൻകം താഴെയുള്ളവർക്ക് എന്താ പറയുക ഇൻഷുറൻസ് പോളിസികളും അങ്ങനെയുണ്ട്. ചെറിയ എമൗണ്ടിലുള്ള ഇൻഷുറൻസ് പോളിസി, മെഡിക്കൽ ഇതൊക്കെ വരുന്ന സമയത്ത് എമർജൻസി വരുമ്പോൾ. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ വെൽനെസിന്റെ ആ ഒരു ബാലൻസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന് പല പോളിസീസ് ഉണ്ട്. നെക്സ്റ്റ് കൾച്ചറൽ വെൽനെസ്. ഇതൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് വെൽനെസ്സിൽ ഉണ്ടാക്കുന്നത്. കൾച്ചറൽ ഡിഫറൻസ് അല്ലെ. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നും പഠിക്കാൻ വേണ്ടി വേറൊരു നാട്ടിലേക്ക് പോകുന്നു. അവിടുത്തെ ഫുഡ് കൾച്ചർ അല്ലാത്ത മറ്റുള്ള കൾച്ചർ നമുക്കൊന്ന് അഡ്ജസ്റ്റഡ് ആകാൻ സമയമെടുക്കും. ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകുന്നു. രണ്ടിടത്തെയും കൾച്ചർ ഡിഫറെന്റ് ആണെങ്കിൽ അത് ഫുഡില് വ്യത്യാസം ഉണ്ടാവും, ഫുഡ് കൾച്ചറിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഏതൊക്കെയോ ബാച്ചിൽ പറഞ്ഞപ്പോ അവര് പറയുന്നുണ്ടായിരുന്നു ഭക്ഷണം വയ്ക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് അതൊരു ഇഷ്യൂ ആക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ. നമ്മള് വീട്ടിൽ വെക്കുന്ന ആ ഒരു സ്റ്റൈൽ അവിടെ വെച്ച് നോക്കൂ, അവരും കഴിക്കട്ടെ. അങ്ങനെ രണ്ട് രീതിയിലും ഭക്ഷണം കഴിക്കാലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. കൾച്ചറൽ വെൽനെസ്. കൾച്ചറൽ വെൽനെസ് വരുന്നത് നമ്മുടെ നീഡ്സിനനുസരിച്ച് നമ്മുടെ ആ ഒരു വെൽബീയിങ്. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് ക്ലൈമറ്റ് വെൽനെസ്. ഈ ഒരു ഏരിയയില് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഞാൻ ഈ ഇരിക്കുന്ന ക്ലാസ് റൂമില് എനിക്ക് ഫാനുണ്ട്, AC ഉണ്ട്, എനിക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ പെട്ടെന്ന് പവർ ഫെയിലിയർ ആവുന്നു, ഈ രണ്ടും വർക്ക് ചെയ്യുന്നില്ല, നല്ല ചൂടും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇരിക്കാൻ. എനിക്ക് ക്ലാസ് ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിന് തടസ്സം വരുവാണ്. അതുപോലെ നമ്മൾ നല്ല പോലെ ഡ്രസ്സ് ചെയ്ത് വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴേക്കും ഭയങ്കര മഴ. നമ്മുടെ മൂഡ് തന്നെ നാശമാവും അല്ലെ. ആകെ നമുക്ക് വിഷമമായി പോകും. എന്നാ മഴ കാരണം ആകെ ബുദ്ധിമുട്ടായി പോകും, ഒരവസ്ഥയിലേക്ക് പോകും അല്ലെ. അപ്പൊ ക്ലൈമറ്റ് നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്നുണ്ട്. ചില യൂറോപ്യൻ കൺട്രീസിൽ സൺലൈറ്റ് വളരെ കുറവാണ്. അവിടെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ടൈം വളരെ കുറവാണ്. അവിടെ എപ്പോഴും ഇരുണ്ട് മൂടി നിൽക്കും, ഓവർകാസ്റ്റ് കണ്ടീഷൻ പോലെ. നമുക്ക് 1-2 ദിവസമൊക്കെ അത് രസമായിട്ട് തോന്നും. കണ്ടിന്യൂസ് അങ്ങനെ തന്നെയാകുമ്പോൾ നമുക്ക് ഒരുമാതിരി തോന്നും. ഒരു ഇരുട്ട് പോലത്തെ കത്ത് വരുമ്പോൾ അവിടെ ആൾക്കാർക്ക് ഭയങ്കര റിച്ച് സ്ഥലമാണ്, പക്ഷെ ആൾക്കാര് ഡിപ്രഷൻ വളരെ കൂടുതൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ സൂയിസൈഡ് റേറ്റും അവിടെ കൂടുതലാണ്. സൂയിസൈഡ് ആവാൻ അത് കാരണം ഇതാണ്. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വന്നു വരുമ്പോൾ ആൾക്കാർ അങ്ങനെ ഡിപ്രസീവ് മൂഡിലേക്ക് പോകും. നമ്മൾ ആലോചിച്ച് നോക്കും, 3-4 ദിവസം സൂര്യൻ നമുക്ക് ഇവിടെ ഉദിച്ചില്ല, ഇരുട്ടായിട്ടിരിക്കുക, നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു അവസ്ഥ. ക്ലൈമറ്റ് വെൽനെസ്സും നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്നുണ്ട്. ഇതാണ് ലാസ്റ്റ് ഫേസ്. ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. Sign out. Thank you, ma'am. Thank you, ma'am. എൻ്റെ പേര് ഷംസീന. നമ്മുടെ അടുത്ത് ഇന്ന് ജിഷ മാം ഷെയർ ചെയ്തത് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് ആണ്. അത് ഡൈമെൻഷൻസ് ഓഫ് വെൽനെസ്: ഫിസിക്കൽ വെൽനെസ്, ഇമോഷണൽ വെൽനെസ്, സോഷ്യൽ വെൽനെസ്, ഇന്റലക്ച്വൽ വെൽനെസ്, spiritual wellness, occupation wellness, environmental wellness, and financial wellness,
കൾച്ചറൽ വെൽനസ്, ക്ലൈമറ്റ് വെൽനസ്, ഇതെല്ലാം ഒന്നിനൊന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ വെൽനസ് നമ്മുടെ ഹെൽത്ത്, ഫിസിക്കൽ ആക്ടിവിറ്റി, റെസ്റ്റ്, ന്യൂട്രീഷൻ, ഫുഡ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓവറോൾ ഇന്ന് അതുപോലെ തന്നെ റെക്കോർഡ് 4th എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് മാം പറഞ്ഞു തന്നിട്ടുണ്ട്. എവറിത്തിങ്. താങ്ക് യു മാം. ഓക്കെ, മെസ്സേജ് കണ്ടു. ഒക്യുപേഷണൽ വെൽനസ് ഒന്ന് ക്ലിയർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്, നമ്മൾ എടുക്കുന്ന നമ്മുടെ ചോയ്സ് ഓഫ് പ്രൊഫഷൻ, എടുക്കുന്ന ജോലിയുടെ ആ ചോയ്സ് റോങ് ചോയ്സ് ആണെങ്കിൽ നമ്മൾ ഒട്ടും ഹാപ്പി ആവില്ല അല്ലെ. നമ്മൾക്ക് അവിടെ കിട്ടുന്ന ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം ഒക്യുപേഷണൽ വെൽനസിന്റെ കമ്പണന്റ് ആണ്. നമ്മളുടെ പേയ്മെന്റ്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് അതും വേണം, അപ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു ജോബ് സെലക്ട് ചെയ്തത് നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ കരിയർ ആംബിഷൻ. ഓക്കെ, അത് നമുക്ക് കിട്ടുന്ന അപ്രൈസൽ, നമ്മളെ വെറുതെ ഇട്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ വർക്കിനനുസരിച്ചുള്ള പേയും നമുക്ക് കിട്ടണം, അതിനനുസരിച്ചുള്ള അംഗീകാരം, അതിനനുസരിച്ച് പ്രൊമോഷൻ, ട്രെയിനിങ്, അതെല്ലാം ഒക്യുപേഷണൽ വെൽനസ്സിൽ വരും. ഓക്കെ, ക്ലിയർ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു.